പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ. തന്നെ കേസിൽപ്പെടുത്തുന്നുവെന്നും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് ശ്രമം. പരാതിക്കാരി ആരാധികയെന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നു. അഭിപ്രായ വ്യത്യാസമാണ് പരാതിക്ക് പിന്നിൽ കാരണമെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ പറയുന്നു. മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ പ്രധാനമായും വേടൻ ഉന്നയിക്കുന്ന പ്രസ്താവനകൾ എന്തെല്ലാമാണ്? കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നു. എന്താണ് വാർത്തയുടെ വിശദാംശം? ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അത് എപ്പോഴാണ് ആ ഐറ്റം എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2-3 കേസുകൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എടുത്തു. അതിന് ശേഷമൊന്നും ഈ കേസ് ഇപ്പോഴും പരിഗണനയ്ക്ക് വന്നിട്ടില്ല. പ്രത്യേകമായി മെൻഷൻ ചെയ്ത് ഇന്ന് ഇൻസ്ട്രക്ഷന് പോകുമോ, പോലീസിന്റെ നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം. മാത്രമല്ല, ഇതിൽ പ്രധാനമായി വേടൻ ഉന്നയിക്കുന്ന 2-3 പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ പരാതിക്കാരി ഉന്നയിച്ച ചില ഭാഗങ്ങൾ അവർ തമ്മിൽ പരിചയത്തിലായിരുന്നുവെന്നും സൗഹൃദത്തിലായിരുന്നുവെന്നും പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അത്തരം വാദങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ബന്ധത്തിലിരിക്കുന്ന ആൾ പിന്നീട് അതൊരു തർക്കത്തിലേക്ക് പോകുമ്പോൾ അതൊരു പീഡനമായി ഉന്നയിക്കാൻ കഴിയില്ല. അത് നിയമപരമായി നിലനിൽക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വേടൻ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ചില പോയിന്റുകൾ കൂടി വേടൻ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, നിരന്തരമായി തനിക്കും മാനേജർക്കുമൊക്കെ ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട്, ചില ഫോൺ കോളുകൾ വരുന്നുണ്ട്. അതിൽ പറയുന്നത് കൃത്യമായി തന്നെ പണം പിരിക്കാനും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനും അതോടൊപ്പം തന്നെ ഫെയിമിനെ കളങ്കപ്പെടുത്താൻ, ഈ പ്രശസ്തിയൊക്കെ കളങ്കപ്പെടുത്താൻ ചില ആളുകൾ ചില കോണുകളിൽ നിന്ന് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ പരാതിക്ക് പിന്നിൽ അത്തരം ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണ്. ഈ FIS-ഓ FIR-ഓ പലതവണ ശ്രമിച്ചിട്ടും കയ്യിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയ്ക്കൊപ്പം നൽകുന്നില്ല. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത്തരം വിവരങ്ങൾ കൂടി കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കോടതിക്ക് മുമ്പിൽ നൽകാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ വേടൻ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. 2 സാധ്യതകളാണ്. ഒരുപക്ഷെ ഇന്ന് പോലീസിന്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം മറ്റൊരു ദിവസത്തേക്ക് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. തിങ്കളോ ചൊവ്വയൊക്കെ ആയി ഒരുപക്ഷെ ഹർജി എടുക്കാം. അതല്ലെങ്കിൽ പിന്നീടുള്ള ഒരു സാധ്യത തൽക്കാലത്തേക്ക് നോട്ട് ടു അറസ്റ്റ് കൊടുത്ത് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഏതെങ്കിലും തരത്തിൽ ഹർജി തീർപ്പാക്കുന്നതുവരെ വിശദവാദത്തിന് ശേഷം പിന്നീട് അത് വിധി പറയാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അജി.